ഹായ് സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ കോട്ടക്കല ആ ഒരു എന്താ പറയുക 10 കോടിൻ്റെ എന്താ പറയുക മുതലുള്ള ആ ഫെസ്റ്റ് കാണാൻ പോയി. സംഭവം എന്ന് വെച്ചാൽ അങ്ങോട്ട് കടക്കുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതാ നിങ്ങൾ കണ്ടു നോക്കി. സംഭവം കണ്ടില്ലേ? ഇങ്ങനെയുള്ള സെൽഫി കാര്യങ്ങൾ ഇതൊക്കെയാണ് തുടക്ക ഭാഗത്തുള്ളത്. ചെറുതായിട്ട് ഇതാണ്ടല്ല ചെറിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നമ്മൾ 10 കോടിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. കുറച്ച് കിളികൾ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കോഴിക്കോടായാലും നമ്മളെ തൃശ്ശൂർ മറൈൻ വേൾഡിലായാലും ഒക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ 10 കോടിൻ്റെ മുതൽ ഞാൻ തിരഞ്ഞിട്ട് എവിടെയും കണ്ടില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ 10 കോടി എന്നുള്ളത് ഒന്ന് കുറയ്ക്കാമായിരുന്നു എന്നാണ് എൻ്റെ നമ്മളൊരു ആഗ്രഹം. എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കി. അപ്പോൾ ഇവിടെ സത്യം പറയാലോ, ഈ സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എറണാകുളത്തൊക്കെ ഇങ്ങനെ വീഡിയോ അങ്ങനെ കാണുക എന്നല്ലാതെ ഈ ഒരു മുതൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു നായക്കുട്ടീൻ്റെ രൂപമില്ല, ഏകദേശം 4 കാലിൽ ഇതാ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഒരു റോബോട്ട്. ഒന്നല്ല 2 റോബോട്ട് ഉണ്ട് കേട്ടോ, 2 റോബോട്ട്. അപ്പോൾ അത് ആളുകളായിട്ടൊക്കെ നല്ലൊരു ഇടപഴകണമാര്, ഒരു എന്താ പറയുക, ഒരു ചങ്ങാതിയെ പോലെ കുട്ടികളുടെ കൂടെ കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, നിന്ന് കൈകൂപ്പുന്നു. അങ്ങനത്തെ ഒരുപാട് കഴിവുകളുള്ള ഒരു സംഭവമാണ്. നമുക്കിവിടെ കാണാനിടയായൊരു സംഭവമാണത്. പക്ഷെ രസമുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര സംഭവം, കളിക്കാനൊക്കെ ഭയങ്കര ഇത്. ഞാനിത് വോയിസ് ഓവറിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഫുള്ള് സോങ് ആണ്. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഡയറക്റ്റ് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് മൈക്ക് പോലും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഇതാ കണ്ടില്ല, ആളിങ്ങനെ കിടന്നു. ഞാൻ അതിൻ്റെ മുന്നിൽ പോയിട്ട് എടുത്തതാണ് കേട്ടോ. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നൽ കൊടുത്താൽ കേട്ടോ ആൾ കളിക്കും. അതാണ് ഒരു സിഗ്നൽ. അതിൻ്റെ ക്യാമറ, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ലെൻസ്, എന്താ പറയുക, സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് അത് കളിക്കുന്നത്. അല്ലാതെ വേറൊരു വ്യക്തിയെ നിയന്ത്രിക്കല്ലേ. കേട്ടോ, ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നത് നല്ല രസമാണ് കാണാൻ. അതൊക്കെ നല്ലൊരു ഭംഗി കേട്ടോ. എന്തായാലും അത് ഏകദേശം ഞാനൊരു 2-3-4 മിനിറ്റ് പോലെ നമ്മൾ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടമായി. കാരണം അതിലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. ഈ 10 കോടി എന്ന് പറയല് ഇനിയിപ്പോൾ 2 കോടി ഇപ്പോൾ ഇതിനായാലും എനിക്കത് സന്തോഷമുള്ളൂ കേൾക്കാൻ. കാരണം വെച്ചാൽ അത്രയും എനിക്കിഷ്ടമായിട്ടോ. പിന്നെ ബാക്കി 10 കോടിൻ്റെ മുതൽ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് പോയി നോക്കട്ടെ. നമ്മളെ കോട്ടക്കൽ പുത്തൂര് ബൈപ്പാസിലുള്ള നമ്മളെ ആ ഒരു മേളനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നല്ല തിരക്കൊക്കെ ഉണ്ട്, നല്ല തിരക്കും കാര്യങ്ങളും. അതിനൊന്നും കുഴപ്പമില്ല. നമ്മളെ മലപ്പുറം അല്ലേ, 42 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറം ജില്ലയാണ്. അപ്പോൾ പിന്നെ തിരക്കുണ്ടാവാതിരിക്കില്ലല്ലോ. എന്ത് വെച്ചാലും തിരക്കുണ്ടാവും. കാരണം 4 ജില്ലക്കുള്ള ആൾ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മളെ റോബോട്ട് കിടന്ന് കളിയാണ്, വൻ കളികളാണ്. അതാണ് ഭയങ്കര രസമാണ് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊക്കെ നമ്മളെ വീട്ടിൽ ഇതൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വരില്ലേ. AI റോബോട്ടുകളായിരിക്കും അടുത്തത് അല്ലേ. അപ്പോൾ എൻ്റെ സമയത്തിൻ്റെ ഒരു പകുതി സമയം, അതായത് ഞാൻ ഇതിനുള്ളിലേക്ക് കയറിയ ഒരു പകുതി സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി വന്നു, എനിക്ക് പറ്റിയിട്ടാണ്. പക്ഷെ അതുകൊണ്ടാണ് ഒരുപാട് നേരം ഇവിടെ നിൽക്കേണ്ടി വന്നു. കാരണം എത്ര സമയം ചെലവഴിച്ചാലും നമുക്ക് മതിയാവില്ല. കാരണം ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. കാരണം ഇതൊരു മൃഗമല്ല, ഒരു മെഷീൻ, യന്ത്രം സ്വയം പ്രവർത്തിച്ച് നമ്മുടെ മുന്നിൽ അതിൻ്റെ ബുദ്ധിയും വിവരവും ഇത് കാണിക്കുന്നു. ഒരാളും നിയന്ത്രിക്കുന്നതല്ല കേട്ടോ, നമ്മളെ എന്താ പറയുക, റിമോട്ട് വെച്ച് നിയന്ത്രിക്കുന്നതല്ല. സ്വയം അതിന് സിഗ്നൽ കിട്ടി അത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നല്ല ഭംഗിയാണ്. ഡാൻസ് കളിക്കണൊക്കെയാണ് ഇത് കാണുമ്പോഴാണ് ഭയങ്കര രസം. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോയി. നല്ല ഭംഗിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്തായാലും അത് മറക്കില്ല. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് 10 കോടി എന്ന് പറയുന്ന ആ സംഭവം എന്തൊക്കെയാണെന്ന്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഫ്ലവറും കാര്യങ്ങളും വലുതാക്കി വെച്ചിട്ട് കുറച്ച് പൂമ്പാറ്റകളൊക്കെ, ജീവനുള്ളതൊന്നുമല്ല, ജസ്റ്റ് ചെറിയൊരു ഇത് വർക്ക് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ കളിക്കുന്നുണ്ട്. അത് തന്നെ ആ ഒരു പൂമ്പാറ്റ, ചെറിയ സംഭവങ്ങൾ. ഇത് കണ്ടില്ല, ഇത് തന്നെ സംഭവം. ഇങ്ങനെ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ സെൽഫി പോയിന്റുകളായിട്ട് പിന്നെ ആ വണ്ടികളൊക്കെ അങ്ങനെയുള്ളൊരു ഇതാണ്. ഇവിടെയും 10 കോടിൻ്റെ സംഭവമൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ ഒരു പരസ്യത്തിലൂടെ 10 കോടിൻ്റെ പദ്ധതിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്
പുറത്ത് 150 റുപ്യേനെ ടിക്കറ്റും. ടിക്കറ്റ് 150 ശരിക്കും കൂടി പോയി. ഇങ്ങനെയാണെങ്കിൽ ഏകദേശം 100 റുപ്യ മതിയായിരുന്നു. എന്തായാലും ഇതാ ഉള്ളിലേക്ക് അങ്ങനെ കയറി പോയിക്കണ്. നോക്കട്ടെ കണ്ട. പിന്നെ ജനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നും കുഴപ്പമില്ല. പിന്നെ ആന കണ്ടോളി, ഇതണ്ട, ഇത് തുമ്പി. ഇതൊക്കെ ഒരു 10 കോടിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാവും. ഇതൊക്കെ ഏകദേശം ഒരു 10,000 റുപ്യൻ്റെ ചിലവ് മാത്രം ഉണ്ടാവും. ഞാൻ സംഭവം എന്താ പറയുക, പരിപാടി കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ കോടി എന്നുള്ളത് മാത്രമാണ് നമുക്ക് വിഷയമായത്. ആ കോടിൻ്റെ എന്തെങ്കിലും സംഭവം ഇവിടെ കാണുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ പോയി നോക്കിയത് കേട്ടോ. ഇതല്ലേ തേനീച്ച, ഒന്നും കുഴപ്പമില്ല. കുട്ടികൾക്ക് കാണാനുള്ള സംഭവങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കോടികൾക്കൊന്നൊരു വില ഇല്ലാത്തതുകൊണ്ട് എന്ത് എപ്പോഴും ആർക്കും എങ്ങനെയും പറയാലോ. പിന്നെ അവിടുത്തെ അക്വേറിയം എന്താ കണ്ടോളി, അക്വേറിയത്തേക്ക് പോണ വഴിയാണിത്. പിന്നെ വേറെ ഒന്നും കേട്ടോ, മൊത്തത്തിൽ AC ആണ്. അത്യാവശ്യം ആളുകൾ തിങ്ങി നിൽക്കുമ്പം ചൂടാണെങ്കിൽ ഒരൊറ്റ കുട്ടിയെ നിൽക്കുന്നത്. ടണലിലേക്ക് കണ്ട് കയറിയിട്ടുണ്ട്. ടണലിലേക്ക് കയറണുള്ളൂ. അപ്പം അതിൻ്റെ പോണ വഴി തന്നെ കുറച്ചൊക്കെ എന്തുണ്ട്, കുറച്ച് അക്വേറിയങ്ങളുണ്ട്, കുറച്ച് കടൽ മീനുകൾ എന്നൊക്കെ പറയുന്നത് കുറച്ച് സംഭവങ്ങൾ. എന്നാലും ഇതൊന്നും ഒരു 10 കോടിൻ്റെ അടുത്തൊന്നും എത്തൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇതാണ് ആ ടണൽ. ഈ ടണൽ വെച്ചാലും മാക്സിമം ഈ ടണലിന് മാത്രം ഇനി 1 കോടി കൂട്ടിക്കോട്ടെ. മീനുകൾക്കൊക്കെ 1 കോടി കൂട്ടിയിട്ട് എന്നാലും 10 കോടി ബാക്കിയെല്ലാം കൂടി ഉണ്ടാവുമോ? ആ കാണുന്ന മീൻ എന്താണെന്നറിയില്ലേ? ഇപ്പം മീനിൻ്റെ ഒന്നും പറയണേ, ഇതൊക്കെ നമ്മൾ മുന്നേ കണ്ടതുമാണ് ഒരുപാട്. പക്ഷെ ഈ 10 കോടി എന്ന് പറയുമ്പോൾ എന്താണ് ആ 10 കോടി എന്നുള്ളത് തിരഞ്ഞു നോക്കുകയാണ് ഞാൻ. ഇത് കണ്ടോ, ഒരു 15 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. കാരണം വെച്ചാൽ 15 മിനിറ്റിൻ്റെ വീഡിയോ എടുക്കേണ്ടി വന്നു. കാരണം ഈ ടണലിനുള്ളിൽ കൂടി കുറച്ചങ്ങോട്ട് പോകാനുണ്ട്. എന്നാലും 10 കോടിയൊന്നും ഇവിടെ ഇല്ല എന്ന് ഉറപ്പാണ്. സ്രാവ് ഉണ്ടെന്ന് പറഞ്ഞു, ജീവനോടുള്ള സ്രാവ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മൾ കോഴിക്കോട് കണ്ട പോലെ തന്നെ കുറച്ച് വെള്ളം, ഒരു എന്താ പറയുക, ഒരു കൊട്ടാരത്തിൻ്റെ രൂപമുണ്ട്. അത് നമുക്ക് വെള്ളം അങ്ങനെ അടിക്കുന്നുണ്ട്. പിന്നെ കച്ചവടങ്ങളാണ്. ഇത് ഫാനാണ്. ഇത് ഈ എന്താ പറയുക, ഓഫറിൽ കൊടുക്കുന്ന ഫാൻ. അതായത് നമ്മളെ പഴയ ഫാൻ കൊടുത്താൽ 6,000 റുപ്യൻ്റെ കൂളർ 2,500 റുപ്യ കിട്ടുമെന്നാണ് പറയണത്. അങ്ങനത്തെ ഒരു സംഭവങ്ങൾ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട് എന്നാണ് പറയുക. പോയി നോക്കട്ടെ. ശരിക്കും ഇത് കോഴിക്കോട് ഉണ്ടായിരുന്ന ആ ഒരു സംഭവം തന്നെ. പക്ഷെ 10 കോടി എന്ന് പറയുമ്പോൾ മാത്രമായിട്ടോ നമുക്കത് 10 കോടി ഉണ്ടോ ഇല്ല എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്നേരത്തി കാണാനില്ല എന്നില്ല, കാണാനൊക്കെ ഉണ്ട്. പക്ഷെ 10 കോടിക്കുള്ളത് ഇല്ല എന്നുള്ളത് സത്യമാണ്. നോക്കുക, ഏകദേശം നമ്മൾ നെഗറ്റീവ് റിവ്യൂ പറയാൻ വന്നൊന്നുമല്ല. കുഴപ്പമില്ലാത്ത സംഭവമാണ്. പക്ഷെ ആ 10 കോടി എന്നുള്ളത് മാത്രമാണ് നമ്മളെ വിഷയം. കാരണം ഇവിടെ ഇതൊരു കിഴിൻ്റെതാണ്. കിഴി അറിയില്ലേ, കിഴികൾ. അതുപോലെ അതാ കുറച്ച് നമ്മളെ കോഴിക്കോടൻ ഹൽവ, മറ്റേ മലപ്പുറത്ത് വെക്കണ്, പിന്നെ മിച്ചറുകൾ, അങ്ങനത്തെ പൊരികൾ, പപ്പട ഐറ്റംസുകൾ, അച്ചാറുകൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. നമുക്ക് അച്ചാർ കുറേ ടേസ്റ്റിനൊക്കെ തന്ന് നമ്മളതിലൊന്നും നമ്മൾ കുറ്റമൊന്നും പറഞ്ഞില്ല, കുറ്റം കുറവൊന്നുമില്ല. പക്ഷേ ഈ 10 കോടി എന്ന് പറഞ്ഞത് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോയതുള്ളത്. 10 കോടിന് എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളത് കണ്ടില്ലേ. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനൊക്കെ സംഭവമുണ്ട്. ഒരുപാട് നല്ല ആളുകൾ വരുന്നുണ്ട്. പിന്നെ വെച്ചാൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് പപ്പടം ഐറ്റംസ്. പപ്പടം അതായത് 250 80 രൂപ, 90 രൂപ, 80 രൂപ കൊടുക്കണം. ഇത് കണ്ടോ, ഇതിന് ഡ്രസ്സിൻ്റെ അങ്ങനത്തെ ഒരുപാട് ഒരുപാടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം റേറ്റും ഉണ്ട്. റേറ്റ് കുറവൊന്നുമില്ല, റേറ്റൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനത്തെ ഏരിയയിൽ വരുമ്പോൾ റേറ്റ് ഉണ്ടാവുമല്ലോ, കാരണം ആളുകൾ വാങ്ങണം. പിന്നെ കുറച്ച് നമ്മളെ പണ്ട് കാലത്തുള്ള ഒരു നൊസ്റ്റാൾജിയ മുട്ടായികളുണ്ടല്ലോ, നൊസ്റ്റാൾജിയ മുട്ടായികളാണ് ഈ കാണുന്നതൊക്കെ. ഈ കാണുന്നത് ഒരുപാട് ആളുകൾ വാങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ, നൊസ്റ്റാൾജിയ മുട്ടായികൾ. നിങ്ങളിതൊക്കെ കണ്ടിട്ടും ആ 10 കോടിൻ്റെ സംഭവം എന്താണെന്ന് നിങ്ങൾ ആരെയും കണ്ടിരുന്നോ? ഇല്ല. ഞാൻ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഏകദേശം ഇവിടെ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും ആ ഒരു 10 കോടിൻ്റെ ഐറ്റംസ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതിൽ സങ്കടമുണ്ട്. കണ്ടല്ലേ, 10 കോടിക്ക് ഇന്ന് കോട്ടക്കൽ അങ്ങാടിയിൽ അടിപൊളി ഒരു ബിൽഡിങ് വാങ്ങാൻ പറ്റൂലേ? 10 കോടിക്ക് എന്തൊക്കെ ചെയ്യാം? 10 കോടിക്ക് ഒരു
അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 10-50 വീടെടുക്കാം അല്ലേ. ടോയ്സുകളൊക്കെ ഉണ്ട്, നല്ല കുഴപ്പമില്ലാത്ത ടോയ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ കണ്ട് അത്യാവശ്യം നല്ല ടോയ്സുകളാണ് കേട്ടോ. അത് കുഴപ്പമില്ല, അത്യാവശ്യം റേറ്റുള്ള ടോയ്സുകളാണ്. വീണ്ടും ഞാൻ നോക്കുകയാണ് 10 കോടിൻ്റെ മുതൽ എന്താണ് എന്നുള്ളത്. 10 കോടിക്ക് ഇപ്പോൾ ഇവിടെ ഇത് നമ്മുടെ ഗൂഗിൾ ഗ്ലാസ് പോലത്തെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവമല്ലേ. പിന്നെ ഇതിനൊക്കെ എക്സ്ട്രാ ചാർജ് ഉണ്ടാവും കേട്ടോ. ഈ 150 ഉറുപ്പിയിൽ ഇതൊന്നും പെടില്ല. ഇതിനുള്ളിൽ കയറുക, അതേപോലെ ആ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടി പോവുക, മറ്റുള്ള മീൻ കാഴ്ചകൾ, ആ ചെറിയ കാഴ്ചകൾക്ക് മാത്രമാണ് ഇതുള്ളത്. പിന്നെ മറ്റുള്ള സംഭവങ്ങൾ ആക്ടിവിറ്റീസുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാ ഇവിടെ പാമ്പ്, ഓന്ത് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ അതാ നമ്മളെ ഇതേപോലത്തെ ഓരോരോ കൗണ്ടറുകളുണ്ട്. ഇവിടെ നമ്മൾ 10 കോടിൻ്റെ ഒന്നും കണ്ടിട്ടില്ല അല്ല. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കോർട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഫുഡുകൾ എന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല, വലിയൊരു കൗണ്ടറൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലേ ഉള്ളൂ കേട്ടോ. വീണ്ടും പറയുകയാണെങ്കിൽ നെഗറ്റീവ് ഇടാൻ വേണ്ടി വന്നതല്ല ഞാൻ. ആ 10 കോടി എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ഉണ്ടോ എവിടെയാണെന്ന് തപ്പാൻ വേണ്ടി വന്നതാണ്. ഇതേ കണ്ടു നോക്കി, കുഴപ്പമില്ല അല്ലേ. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം? നമ്മളെ പാനിപ്പൂരിയാണ്. ഇതൊക്കെ പിന്നെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. ഇവിടെയും 10 കോടിൻ്റെ ഒന്നും കാണില്ല. പിന്നെ പൊറോട്ട, നെയ്പ്പത്തില്, അതേപോലെ നെയ്പ്പത്തിലും ബീഫാണ് കൊടുക്കുന്നത് കേട്ടാ. ഇതിലൊന്നും ഒരു 10 കോടി നമ്മൾ കാണുന്നില്ല. പറയുമ്പോൾ ഒരു മയത്തിലൊക്കെ പറഞ്ഞിക്കാന്ന് കുഴപ്പമില്ല, നമ്മളിത് കാണാൻ വേണ്ടി വന്നത്. പുട്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല നല്ല പുട്ടുകളൊക്കെ ഉണ്ട്. നല്ല അറഞ്ചം പുറഞ്ചം കഴിക്കാൻ പറ്റിയ പുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെതാ കണ്ടില്ലേ കാണാത്ത കാഴ്ചകൾ കാണിക്കും നമ്മളെ റിസ്തമോൾ എന്ന് പറയുന്ന മാതിരി. പായസം പോളി ഇതിപ്പോ എല്ലായിടത്തും ഫേമസ് ആയിട്ടുണ്ട്. നമ്മളെ ചാലിയം ബസ്സിൽ നമ്മൾ കഴിച്ചിന് അന്ന് 80 രൂപയായിരുന്നു. ഇവിടെ റേറ്റ് എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല. ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും 100 രൂപ ഉറപ്പാണ്. കണ്ടോ, ഒരു രസം. അപ്പോൾ പോണ്ടവരൊക്കെ പോയിക്കോളി. പിന്നെ വലിയ എക്സ്പെക്റ്റേഷൻ വേണ്ട, അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുള്ളൂ. കാരണം നമുക്ക് കാണാമല്ലോ ഇവർ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇത് നോക്കണമല്ലോ എത്രത്തോളം എങ്ങനെയാന്നുള്ളത്. നമ്മളൊക്കെ യൂട്യൂബർമാരായി നിൽക്കുമ്പോൾ ആൾക്കാർ പറയല്ല ഫുള്ള് എല്ലാം നമ്മൾ പോസിറ്റീവ് മാത്രം പറയാൻ പറ്റില്ല. എന്താ പറയുക, അവിടെ ഉള്ള സംഭവങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. 10 കോടിൻ്റെ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ അവർ പറയും അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൂടി 10 കോടി ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അത് ആ കാഴ്ചകൾ 10 കോടി ഉണ്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജനങ്ങൾക്ക് കാണാനൊരു 10 കോടി ഇല്ല എന്നുള്ളതിന് സത്യമാണ്. ഇത് കണ്ടോ, ഇതൊരാ മറ്റേ ഐസ്ക്രീം വരണ്ട്. ഈ ഐസ്ക്രീമിൻ്റെ റേറ്റ് എത്ര അറിയോ? 120 റുപ്യ അല്ല 80 റുപ്യ ഒരു ഐസ്ക്രീമിൻ്റെ വില. സംഭവം എന്ന് വെച്ചാൽ അതാ മൂപ്പര് കുറച്ച് എങ്ങനെ കുട്ടികളെ കളിപ്പിക്കും. ഐസ്ക്രീം ഇത് അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും കൊടുത്ത് കൈക്ക് കൊടുത്തുണ്ടല്ലേ. അതാ ലാസ്റ്റ് കൊണ്ടേ കൊടുത്തു. അപ്പം അതിൻ്റെ വില ഞാൻ ചോദിച്ചു എത്രയാണെന്നുള്ളത്. 80 റുപ്യ എന്നാണ് പറഞ്ഞു. 30 റുപ്യ കിട്ടണ മുതൽ 80 റുപ്യ. വീണ്ടും ഇതാ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുറത്ത് കുറച്ച് ഏന്ത്രൂഞ്ഞാൽ, അതുപോലെ ആ തോണി അതാ മേലോട്ടും താഴോട്ടും ഇങ്ങനെ ഉന്തി കളിച്ചിന തോണി, പിന്നെ കറങ്ങണ സാധനം. ഇതൊരു സർക്കസിലുണ്ടാകുന്ന കുറച്ച് ഭാഗങ്ങൾ. പിന്നെ അപ്പുറത്ത് ആ മറ്റേ എന്താ പറയുക ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ വെച്ചിട്ട് റൗണ്ട് ഇടുന്ന സംഭവം, അതൊന്നും ഞാൻ എറിഞ്ഞു നോക്കിട്ടാ. ഇല്ലാന്നൊന്നും പറഞ്ഞില്ല, അതൊക്കെ എറിഞ്ഞു നോക്കി. പിന്നെ ഇതൊരു പ്രൊമോഷനായിട്ടും കൂട്ടണം നെഗറ്റീവായിട്ടും കൂട്ടണം. നമ്മളെ അഭിപ്രായം മാത്രം പറയുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ 10 കോടി എന്ന് പറഞ്ഞപ്പോൾ വന്നതാണ്. അപ്പം അതിൻ്റെ അത് നമ്മൾ കാണണല്ലോ, ഉണ്ടോയെന്ന് നോക്കണമല്ലോ. 10 കോടി എന്നൊക്കെ പറയുമ്പോഴേ മാക്സിമം പോയാൽ ഇവരെല്ലാ സാധനം കൂടി വെച്ചാൽ എത്ര ഉണ്ടാവും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. സംഭവം അപ്പോൾ ഈ 10 കോടി എന്ന് ആളുകൾ കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നും. എനിക്കും തോന്നി, അതിൻ്റെ പേരിലാണ് ഞാൻ പോയത്. അപ്പോൾ കണ്ടില്ല, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു കുതിരയുണ്ട്, ഒരു ഒട്ടകമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുനോക്കാം നമുക്ക്. ഞാൻ ശരിക്കും ഇതിൽ മ്യൂസിക് അതേപോലെ മറ്റുള്ള ഓൺ വോയിസിൽ വരാത്തത്. ഇവിടെ ഫുള്ള് പാട്ടാണ്. തമ്മാടിക്കാറ്റ് പിന്നെ ചക്കരച്ചുണ്ടിലെ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏന്തൂഞ്ഞാലുണ്ടല്ലേ, നിങ്ങൾ വിലയിരുത്തുക. ഞാൻ പറഞ്ഞതാണ് തെറ്റെങ്കിൽ ഞാൻ പിൻവലിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ് ആ 10 കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് സമ്മതിച്ചു തരും.
പിന്നെ അതാ ഒട്ടകത്തിനെ കണ്ടില്ലേ നിങ്ങള്? എന്നാല് നിങ്ങള് വിലയിരുത്ത എന്താന്നുള്ളത്. അപ്പൊ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ബെല്ലൈക്കനൊക്കെ ചെയ്യട്ടാ. ഈ ഒട്ടകത്തിന്റെ വാ മൂടി കെട്ടിയത് അത് കടിക്കും എന്നുകൊണ്ടാണെന്നാണ് അയാൾ പറഞ്ഞ കേട്ടോ. എന്തായാലും പോയി കണ്ടു നോക്കി. 10 കോടിന്റെ ഇല്ല.